ഇത് നോംടോക്കുമായിയാണ്. നോംടോക്കുമായി അതെ, ജംബോ പ്ലാന്റ് തന്നെയാണ്. കടവണ്ണൊക്കെ ഉണ്ടോ? അടിപൊളി മരം തന്നെ പറയാം. അതില് കായ വന്നിട്ടുണ്ട്, മാത്രല്ല മരം മൊത്തം ഫ്ലവറും വന്നിട്ടുണ്ട്. നമ്മളൊരു 10 ദിവസത്തെ ഓഫറായിട്ട് തന്നെ നമ്മളെ റംസാൻ പ്രമാണിച്ച 700 റുപ്യക്ക് ഇത് ഡങ്സൂര്യ പൂക്കുണ്ട്, ഫ്ലവർ വന്നിട്ടുണ്ട്. ഏകദേശം ഫ്ലവർ വന്നിട്ടുള്ള ടൈപ്പ് തന്നെയാണ് ഇതൊക്കെ. എല്ലാവർക്കും എന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മലപ്പുറം ജില്ല ഇടവണ്ണയിലെ നമ്മളെ ബഷീർ ഖാന്റെ മുണ്ടേങ്ങര കാർഷിക നഴ്സറിയിൽ എത്തിയിട്ടുള്ളത്. പുതിയ ഫ്രൂട്ട്സ് പ്ലാനുടെ നല്ലൊരു കളക്ഷൻസ് തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് തൊട്ട് 10 ദിവസത്തേക്ക് കിടൽ ഓഫറുമായിട്ടുള്ള നല്ലൊരു വീഡിയോ തന്നെയാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. നമ്മുടെ ബഷീർ ഖാൻ തൊട്ടടുത്തുണ്ട്. ബഷീർ ഖാൻ ഒന്ന് പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് ബഷീർ, മലപ്പുറം ജില്ല ഇടവണ്ണ മുണ്ടേങ്ങര കാർഷിക നഴ്സറി. മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ മഞ്ചേരിന്ന് നിലമ്പൂർ റോഡ്. മഞ്ചേരി നമുക്ക് ഇവിടേക്ക് കറക്റ്റ് എത്ര 12 കിലോമീറ്റർ? 12 കിലോമീറ്റർ. അരീക്കോട്ട് നിന്ന് 12, വണ്ടൂരിന്ന് 12, നിലമ്പൂരിന്ന് 12, ഒക്കെ 12 കഴിഞ്ഞാണ് നമ്മള്. ഓക്കെ ബഷീറാക്ക, നമുക്ക് ഇന്ന് എന്തെങ്കിലും പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടോ കാണിക്കാൻ? പുതിയ നമുക്ക് ഇഷ്ടംമാതിരി ഉണ്ട്. വലിയ വലിയ ജംബോ പ്ലാന്റുകള് കാലാപ്പാടിയൊക്കെ ഉണ്ട്, നമുക്ക് കാട്ടി കൊടുക്കാം. നമ്മളൊരു 10 ദിവസത്തെ ഓഫറായിട്ട് തന്നെ നമ്മളെ റംസാൻ പ്രമാണിച്ച 700 റുപ്യക്ക് ഇത് ഡങ്സൂര്യ ചോദയോള. ഡങ്സൂര്യ അത്യാവശ്യം വലുപ്പമുള്ള നല്ല പ്ലാന്റുകൾ. നമുക്ക് റംസാൻ പ്രമാണിച്ച് 700 റുപ്യ കൊടുക്കാം. 800 അപ്പൊ ഈ ഐറ്റംസ് നമ്മൾ റംസാൻ പ്രമാണിച്ചിട്ട് 800 രൂപ 900 റുപ്യ കൊടുത്തിരുന്നത് ഇപ്പം 700 രൂപ കൊടുക്കുന്നത് 10 ദിവസത്തെ ഓഫർ. 10 ദിവസത്തെ ഓഫർ ആട്ടോ. ഇതെന്താണ് ബഷീറാക്ക? ഇതിലൊരു വേറൊരു കോഡ് കൂട്ടണതാ. ഇത് ജീവിയാട്ടത്. ഇതില് കൂട് കൂട്ടിയാണ് പാവം കുട്ടിയായിക്കണ്. ഓക്കെ, അതോടെ ഇരുന്നോട്ടെ അല്ലേ? എടുക്കുമ്പോ ശ്രദ്ധിച്ചോളൂ. നമുക്ക് ആ റേറ്റിന് കൊടുക്കാം. നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെ കേട്ടോ. ഇതൊക്കെ അടിപൊളി പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ നമ്മളിപ്പോ ഒരു 10 ദിവസത്തെ ഓഫറിലാണ് കൊടുക്കുന്നത്. 700 രൂപക്കാണ്, വെറും 700 റുപ്യക്കാണ് ഈ പ്ലാന്റുകളൊക്കെ വന്ന് കൊടുക്കുന്നത്. ഇതേതാ സപ്പോർട്ടാ? ഇത് തായ് ജംബോ. തായ് ജംബോ നല്ല ബുഷ് തൈ തന്നെയാണല്ലോ. തായ് ജംബോ ഇവിടെ വെറൈറ്റീസ് ഒരുപാടുണ്ട്. ഇതിൽ ചിലർ കായ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കായ വലിയ കായ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞതാണ്. അപ്പൊ കാലാപ്പാടിന്റെ നല്ല പ്ലാന്റുകളെ കാണുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ചിലയിലൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളെ കാണുന്നതൊക്കെ. ബഷീറാക്ക, ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം? നമുക്ക് അതിലൊരു ഓഫറിൽ 500 റുപ്യ കൊടുക്കാം. 500 രൂപ കൊടുക്കാം. ഓക്കെ, നല്ല നല്ല പ്ലാന്റുകളൊക്കെ ഇട്ടാ 500 റുപ്യക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത് നമ്മളെ ആ റംസാൻ ഓഫറായിട്ട് 10 ദിവസത്തേക്ക് മാത്രമേ ഉള്ളേ. ഇതൊക്കെ കാട്ടിമൂണാണ്. കാട്ടിമൂൺ ഇഷ്ടംമാതിരി കായ, ചെറിയ കായ്കൾ കേട്ടോ. കായ വന്നിട്ടുണ്ടല്ലേ? അവിടെ ഒക്കെ കായ്കൾ വന്നാണ്. ഫുള്ള് ഫ്ലവറാണ്. കൂടുതലൊന്നുമില്ല കായുള്ളത്, കുറഞ്ഞ ഐറ്റം ഉള്ളൂ കായുള്ളത്. ഫ്ലവർ ഉണ്ട് എല്ലാത്തിനും. നല്ലത് ഫ്ലവറായതാണ്. നമുക്കൊരു ഓഫറായിട്ടേ നമുക്കൊരു 600 റുപ്യക്ക് കൊടുക്കാം. 600 റുപ്യ കൊടുക്കാം. 600 റുപ്യക്ക് നല്ല പ്ലാന്റ് കാട്ടതൊക്കെ 10 ദിവസത്തെ ഓഫറായിട്ട് കൊടുക്കാം. കണ്ടോ, ഇതൊക്കെ നല്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. വെറും 600 രൂപ ഉള്ളു ഈ പ്ലാന്റിനൊക്കെ. ഇതിലൊക്കെ കാട്ടിമൂൺ കേട്ടോ. കാട്ടിമൂണാണ്. എടുത്ത് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ വന്നതുകൊണ്ട് കായ വന്നതുകൊണ്ട്. ഇത് നമുക്ക് ഈ കാണുന്നതിന് സ്റ്റോക്ക് ഉള്ളൂ. ഇതുണ്ട്, എല്ലാം അപ്പുറത്തുണ്ട്, നമ്മളപ്പുറത്തുണ്ട് അല്ലേ? അപ്പൊ സ്റ്റോക്ക് അത്യാവശ്യം ഇവിടെ ഉണ്ട്. ഇതിന് ചെറിയ തൈകളുണ്ടോ അടുത്ത്? ചെറുതുണ്ട്. അത് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത്യാവശ്യം വലുതാണ്, 250 ഇതിന്റെ 50. അത്യാവശ്യം നല്ല ചെറുതല്ല, ചെറുതാണ്. ഓക്കെ, അതും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ വലുതും ഉണ്ടാവില്ലേ നമ്മളടുത്ത്? വീട്ടിലുണ്ടല്ലോ. അത് നമുക്ക് കാണിക്കാം അല്ലേ? ഓക്കെ, നാംഡോഗ് മാവിന്റെ അടിപൊളി തൈകളെ ഈ കാണുന്നത്. മേലക്കൊക്കെ നല്ല ബുഷായിട്ടുള്ള സൂപ്പർ തൈ എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ മരങ്ങൾ ഇവിടെ. കടവണ്ണൊക്കെ ആണെങ്കിൽ സൂപ്പർ തന്നെ, വലിയ കവറിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല മരങ്ങൾ തന്നെ കാണുന്നത്. ഇതിൽ ഒരുവിധം പ്ലാന്റുകൾക്കൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. ചെറുതും വലുതും നല്ല നല്ല പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ എന്നുള്ളത് ഒരു സംശയവുമില്ല. ഇതിൻ്റെ കടവണ്ണൊക്കെ കണ്ടോ, സൂപ്പർ തന്നെ. അത്യാവശ്യം നല്ല കടവണ്ണായിട്ടുള്ള നല്ല നല്ല പ്ലാന്റ് തന്നെ ആട്ടോ ഈ കാണുന്നതൊക്കെ. ഇത് J33 ചക്കയുടെ നല്ല പ്ലാന്റുകളാട്ടോ. അത്യാവശ്യം നല്ല ലീഫ് തന്നെയാണ് ഇത് കാണുന്നത്. നല്ല വൃത്തിയുള്ള മരങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു മീഡിയം സൈസ് കവറിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മുടെ അടുത്തൊരു സ്റ്റോക്ക് ഉണ്ട്. J33 ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക വെറൈറ്റി തന്നെ
നല്ല ടേസ്റ്റ് ഉള്ള ചക്ക എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ J33. ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, ചെറുതും വലുതും. അതുപോലെ തന്നെ കായ വന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഈ ഒരു നഴ്സറിയിൽ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട്. ഇത് കാലാപ്പാടി അല്ലേ? അതായത് കാലാപ്പാടി. ഇത് പുതിയ വന്ന സ്റ്റോക്ക് അല്ലേ? പുതിയ വന്ന സ്റ്റോക്കാണ്. എന്താ ഇത് മരം അല്ലേ? യജാതി മരാണോ ഇതൊക്കെ? ഒരു വീട്ടുമുറ്റത്തുണ്ടല്ലോ അവിടെ കൊണ്ട വെച്ചിട്ടുണ്ട്, എന്തൊരു ഭംഗി ഉണ്ടാവും. ഇത് പെട്ടെന്ന് കായ വരില്ലേ? പൂക്കുണ്ട്, ഫ്ലവർ വന്നിട്ടുണ്ട്. ഏകദേശം ഫ്ലവർ വന്നിട്ടുള്ള ടൈപ്പ് തന്നെയാണ് ഇതൊക്കെ. താമസിയാതെ തന്നെ കായപ്പെടുത്തും വരും. കാലാപ്പാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റമാണ്. അടിപൊളി അങ്ങനെ അധികം ഉണ്ടാവില്ല, ടേസ്റ്റ് ഉള്ള ഉണ്ടാവും. നല്ല ബുഷ് തൈകളാട്ടൊക്കെ, തൈയല്ല മരം, അടിപൊളി മരം തന്നെയാണ്. ഇത് റംബുട്ടാന്റെ വലിയ പ്ലാന്റ് ആട്ടോ. റംബുട്ടാന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് N18 അല്ലേ? N18 വെറൈറ്റി ഇറക്കി വെച്ചിട്ടുള്ളൂ, ഇപ്പൊ വന്നതായിരിക്കും. ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പൊ വന്ന സ്റ്റോക്കാണ് ഇതൊക്കെ. ഒരുപാട് പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ബഷീറാക്ക, ഇത് ഏത് വലിയൊരു മരം? ഇത് നാംടോക്കുമായി. നാംടോക്കുമായി? അതെ, ജംബോ പ്ലാന്റ് തന്നെയാണ്. കടവണ്ണൊക്കെ ഉണ്ടോ? അടിപൊളി മരം തന്നെ പറയാം. ഇതിൽ കായ വന്നിട്ടുണ്ട്, മാത്രല്ല മരം മൊത്തം ഫ്ലവറും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കായപ്പെടുത്തം വന്നിട്ടുള്ള നല്ലൊരു മരം തന്നെ കണ്ടോ. ഇവിടെ നിറയെ കായ വന്നിട്ടുണ്ട്, ഫ്ലവർ വന്നിട്ടുണ്ട്. സൂപ്പർ മരം തന്നെയാണ് ഇത്. ഇതൊരു മദർ പ്ലാന്റ് ആക്കി അവിടെ കാഴ്ചക്ക് വെച്ച തന്നെയാണ്. അങ്ങനെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം വില ഉള്ളതാണ്. ഇത് നിങ്ങൾ സ്വകാര്യമായിട്ട് ഭക്ഷണമാക്കാണ് ചോദിക്കണം. കാരണം നല്ല പ്ലാന്റ് തന്നെയാണ്. ഒരു വീട്ടുമുറ്റത്തൊക്കെ നല്ലൊരു വീട്ടുമുറ്റത്ത് കൊണ്ടുവെക്കാൻ പറ്റാവുന്ന അടിപൊളി പ്ലാന്റ്. കായ വന്നിട്ടുണ്ട്, കാരണം ഞാൻ കാണിച്ചല്ലോ. അപ്പൊ കായും ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ലൊരു മരം തന്നെയാണ് ഇത്. നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ തൽക്കാലം കുറച്ച് ഇറക്കിയിട്ടുള്ളൂ. വണ്ടി ലോഡിൽ പോരുന്നതിനനുസരിച്ചേ കൊണ്ടുവരുള്ളൂ. ഓക്കെ, ഇത് നല്ല വലിയ മരം തന്നെയാണ്. നല്ല തൈകളാണ്. അടുത്ത വർഷം കായ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഏത് വെറൈറ്റി പെട്ടാ അറിയോ? പിന്നെ വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് വലിയ മരം തന്നെയാണ്, നല്ല ബുഷായിട്ടുള്ള മരം തന്നെ. ജയന്റ് അബ്യൂ എന്നാണ് ഇതിന് അറിയപ്പെടുക എന്നാണ് ഷിറാഖ് പറഞ്ഞിട്ടുള്ളത്. നല്ല മരം തന്നെയാട്ടത്. നമ്മൾ ആ കൃഷി ചെയ്യണ ഹൈബ്രിഡിന്റെ തൈകൾ തന്നെയാണ്. ഹൈബ്രിഡ് തൈകളാ അല്ലേ? ഓക്കെ, നല്ല അടിപൊളി തൈകൾ തന്നെയാണല്ലോ. സൂപ്പർ തൈകൾ തന്നെയാണ്. നമുക്കൊരു പാക്കറ്റ് എത്ര രൂപ വെച്ച് കൊടുക്കാം? 120 രൂപയ്ക്ക്. ഷിറാഖ്, ഇതൊക്കെ ഏതാ? അത് വിയറ്റ്നാം സൂപ്പർ ചെറിയ തൈകള്, അതുപോലെ തന്നെ മീഡിയം സൈസ്, വലുത് ഒക്കെ ഇവിടെ ഉണ്ട് സ്റ്റോക്ക്. ഈ ചെറിയ തൈകൾ നമുക്ക് എത്ര രൂപ കൊടുക്കാം? അതേപോലെ ഓഫർ ആണെങ്കിൽ നമുക്ക് ഓഫർ ആയിട്ട് കൊടുത്തത് 120 രൂപ കൊടുക്കാം. 120 രൂപയ്ക്കാണ്. പക്ഷെ വലുപ്പമുള്ള തൈ തന്നെ കേട്ടത്. കണ്ടോ, നല്ല വലിയ തൈ തന്നെയാണ്. 120 രൂപ കേട്ടത്. 120 രൂപയ്ക്ക് എന്ന് പറയാൻ നല്ലൊരു ഓഫർ തന്നെയാണ്. കുറച്ച് ദിവസത്തെ ഒരു ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരു 1.5 വർഷം കൊണ്ടൊക്കെ കായ വരുന്നല്ലേ? 1.5 വർഷത്തിന് മുന്നേ കായ്ക്കുന്ന നല്ല ഐറ്റം ആട്ടത്. 120 രൂപയ്ക്കാണ് ഓഫർ റേറ്റ് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ വലിയ സൈസ് കൊടുക്കുന്നത്. ഇത് ഹോം ഗ്രോൺ ആണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്, വലുതും ചെറുതും എല്ലാം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അമ്പായങ്ങ ഫ്ലവർ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റിനെ കാണുന്നതൊക്കെ അമ്പായങ്ങ നല്ല ഫ്ലവർ വന്നിട്ടുള്ള ഇതൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റിനാണ് കാണുന്നതൊക്കെ. സ്റ്റാർ ഫ്രൂട്ട് ഫ്ലവർ വന്നാണ് ഈ കാണുന്നത്. നല്ല വൃത്തിയുള്ള തൈകളാണ് കേട്ടോ. എന്താ ഫ്ലവർ? നാംഡോക്ക് ആണ് ഈ കാണിക്കുന്നത്. നാംഡോക്ക് ഫ്ലവർ വന്നിട്ടുള്ള നാംഡോക്കുകളാണ് കണ്ടോ. ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ സ്റ്റോക്ക് ഒരുപാടുണ്ട്. നല്ല കടവണ്ണുള്ള നല്ല നാംഡോക്കിന്റെ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അവിടെ കായവൃത്തം വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഉണ്ണിമാങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊരു ഭംഗിയുണ്ട് ഈ ഫ്ലവറൊക്കെ കാണാൻ. ഫ്ലവർ നിറയെ വന്നിട്ടുള്ള മരമാണ്. അതിന്റെ കടവണ്ണം നോക്കി നോക്കൂ. ഇവിടെയൊക്കെ മാവിൻ തൈകളുടെ വെറൈറ്റീസ് ഉണ്ട് കണ്ടോ. ചെറുതും വലുതൊക്കെ ഉണ്ട്. ഇത് തായ്ലാന്റ് കാട്ടിമൂണ്ട മാംഗോന്റെ മരങ്ങളാണ് ഈ കാണുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള മരങ്ങൾ തന്നെയാണ്. നാംഡോക്ക് ഇത് ഏതാണ്? ഇതൊക്കെ നല്ല നല്ല മരങ്ങളാട്ടോ. കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല രസം. ഇപ്പൊ നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല 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 ഐശ്വര്യമുള്ള മരങ്ങൾ തന്നെയാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും 1-2 പ്ലാന്റ് എടുത്ത് കൊണ്ടുപോകാൻ തോന്നുന്നു. അത്രയും നല്ല പ്ലാന്റുകൾ തന്നെ കാണുന്നതൊക്കെ. ഇതൊക്കെ ഏതാണ് ഈ മാവിന്റെ തൈകള്? അത് പലതുണ്ട്. കർപ്പൂരം, കാട്ടിമൂന്ന്, പല ഐറ്റം, ഹിമാവസന്ത്, എല്ലാ തൈകളും, കച്ചാമിട്ട, എല്ലാ ഐറ്റം ഉണ്ട്. നാളെ കാട്ടിയ കുളമ്പിന്റെ
കുളമ്പ് എവിടെ? നാളെ കാറ്റ്. ആ കുളമ്പ് കാഴ്ച നിൽക്കണ മരം. കുളമ്പിന്റെ നല്ല മരം തന്നെ കേട്ടോ. കാഴ്ചയുണ്ട്. മേലക്കൊക്കെ കായ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ കായപ്പിടുത്തം വന്നിട്ടുള്ള നല്ല മരം തന്നെയാണ്. ബംഗനാപ്പള്ളി നല്ല ബുഷ് തൈ തന്നെ അല്ലേ? അതൊക്കെ പേര് പോയതാ ഏതാ അറിയില്ല. മാങ്ങണ്ട് അപ്പുറത്തെ പേരറിയില്ല. പിന്നപ്പോ നമ്മള് ഇത് കായ വന്നിട്ടുള്ള പക്ഷേ ഇതിന്റെ പേരറിയില്ല. എനിക്കും അറിയില്ല ഇതിന്റെ പേര്. അത്യാവശ്യം നല്ല കടവണ്ണുള്ള നല്ലൊരു മരം തന്നെയാണ്. ഇവിടെയുണ്ട്. ഇവിടെയും കായ വന്നിട്ടുണ്ട്. മൊത്തം കായുണ്ട്. ഇതിന് കംപ്ലീറ്റ് കായ പോയത് പിന്നപ്പോ നമ്മള് പേരറിയണ്ടല്ലോ. പേര് അറിയില്ല ഞങ്ങൾക്ക് രണ്ടാക്കും. ആർക്കെങ്കിലും ഇതിന്റെ പേര് അറിയുന്നത്, ഈ മാങ്ങന്റെ ഷേപ്പ് കണ്ടിട്ട് പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവിടെ കണ്ടത്